എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മളുടെ ചരക്ക് ബിസിനസ് ആപ്പിൽ ഐറ്റങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം, കാറ്റഗറി എങ്ങനെ അറേഞ്ച് ചെയ്യാം, ആ റേറ്റ് കാർഡ് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ച് വിശദമായി നോക്കാം. അതിനായി ആദ്യം ചെയ്യേണ്ടത് മെനുവിൽ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കണം. അതിൽ അറേഞ്ച് കാറ്റഗറീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഈ അറേഞ്ച് കാറ്റഗറീസ് എടുത്താൽ നിങ്ങൾക്ക് കാറ്റഗറികളുടെ ലിസ്റ്റ് മുഴുവൻ ഡിസ്പ്ലേ ആകും. നിങ്ങൾക്ക് ഏത് കാറ്റഗറി ഏത് പൊസിഷനിലോ ഏത് ഓർഡറിലോ വേണമെങ്കിൽ ആ കാറ്റഗറിയിൽ ലോങ് പ്രസ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യാം. ശരിയല്ലേ? ഇപ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്ത് നാം സേവ് ചെയ്തു. അങ്ങനെ ചെയ്താൽ നാം വീണ്ടും ബില്ലിംഗ് സ്ക്രീനിലേക്ക് പോകുമ്പോൾ ആ ഓർഡർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ശരിയാണോ? ഇത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്യാഷ് കൗണ്ടർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആളുകൾ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ബില്ല് വേണമെന്ന് വരുമ്പോൾ ഉപയോക്താക്കൾ ഈ ആപ്ലിക്കേഷൻ തുറക്കുന്ന ആ നിമിഷം തന്നെ അവർക്കായി പ്രത്യേകം അനുവദിച്ച് നൽകിയിട്ടുള്ള കാറ്റഗറി മാത്രം ആദ്യം ഡിസ്പ്ലേ ആവണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കാറ്റഗറികൾ കൃത്യമായി ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഒരു ഡെമോ ആണ്. ഇനി അടുത്തത് നോക്കൂ. അതായത് ഐറ്റംസ് ക്രമീകരിക്കുന്നത് അതുപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റിൽ പോയിട്ട് അറേഞ്ച് ഐറ്റംസ് എന്നത് തിരഞ്ഞെടുക്കണം. അതിനാൽ ഈ അറേഞ്ച് ഐറ്റംസ് തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ കാറ്റഗറികളും നിങ്ങൾക്ക് ഡിസ്പ്ലേ ആവും. ഏത് കാറ്റഗറിയിൽ ഏത് ഐറ്റം മുകളിൽ വരണമെന്ന് നാം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് നമുക്ക് കൃത്യമായി ക്രമീകരിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു പ്രത്യേക ഐറ്റം മുകളിൽ വരണമെന്നും കിഡ്സ് എന്നത് രണ്ടാമത് വരണമെന്നുണ്ടെങ്കിൽ നാം അത് ക്രമീകരിച്ച ശേഷം മറ്റൊരു കാറ്റഗറിയിലേക്ക് പോയി വീണ്ടും ഈ കാറ്റഗറിയിലേക്ക് തന്നെ തിരികെ വരുമ്പോൾ നാം നേരത്തെ ക്രമീകരിച്ച ഐറ്റങ്ങൾ നോക്കിയാൽ ഈ സൈഡിൽ ആ നമ്പർ കൃത്യമായി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ ക്രമത്തിൽ തന്നെ. ഇപ്പോ ആൾ കാറ്റഗറിയിൽ നോക്കിയാൽ ഈ ഇന്നർ വെയർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. പക്ഷെ ആൾ കാറ്റഗറിയിൽ എനിക്ക് ജീൻസ് ആണ് ആദ്യം വരേണ്ടത്. ശരിയാണോ? അതിനാൽ ഇപ്പോ ഈ ഇന്നർ വെയർസിൽ നോക്കിയാൽ ഇതിൽ വന്നാൽ ഈ വെസ്റ്റ് ആണ് എനിക്ക് ടോപ്പിൽ വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് തിരഞ്ഞെടുക്കാം. അതിനാൽ ആളിൽ ഇത് ടോപ്പിലിരിക്കും, പക്ഷേ മറ്റൊരു സെക്ഷനിൽ അത് ബോട്ടത്തിലിരിക്കും. അങ്ങനെ നമുക്ക് വേണ്ടതുപോലെ ഈ ഐറ്റങ്ങൾ നമുക്ക് ക്രമീകരിക്കാം. ശരിയാണോ? നിങ്ങൾ എങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താലും ഇത് നിങ്ങൾക്ക് പ്രവർത്തിക്കും. ഇപ്പോൾ നമ്മൾ ഐറ്റം ലിസ്റ്റ് സ്ക്രീനിലേക്ക് പോയാൽ നാം ഏത് ഓർഡറിൽ അവിടെ നൽകിയോ അതേ ഓർഡറിൽ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യും. അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നാൽ ആദ്യം ഈ സോർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അതിൽ അറേഞ്ച് ഐറ്റംസ് സെന്റർ സെലക്ട് ചെയ്താൽ മാത്രമേ ആ ഓർഡറിനനുസരിച്ച് മാറൂ. ശരി, ഇപ്പോൾ ഈ ആളിന്റെ കാറ്റഗറിയിൽ നമ്മൾ വെസ്റ്റ് എന്നത് ടോപ്പിൽ വെച്ചിരുന്നു, അതിനാൽ അത് മുകളിൽ വന്നു. അടുത്തത് ജെയിൻസ് എന്നത് വന്നു, അതിനാൽ നമ്മൾ ഏത് ഓർഡറിൽ നൽകിയോ അതേപോലെ വന്നു. അടുത്തത് ഇന്നർവിയേഴ്സിൽ നോക്കിയാൽ വുമൻസ്, കിഡ്സ്, പിന്നെ വെസ്റ്റ് എന്നിങ്ങനെയാണ് ക്രമം. ഈ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ശരി, ഇപ്പോൾ നമ്മൾ കാറ്റഗറിയും കണ്ടു, ഐറ്റംസും കണ്ടു. ഇപ്പോൾ ഈ ഐറ്റം അദരന്ത ഷർട്ടിന്റെ ഉള്ളിലുള്ള ഈ ഓട്ടോ, മിനിസ്റ്റർ വൈറ്റ് ക്ലാർക്ക്, വെൻ ഹൂസൻ, അലൻ സോളി എന്നിങ്ങനെയുള്ള ബ്രാൻഡുകളിൽ വന്നു. എനിക്ക് ഏത് ബ്രാൻഡ് വേണോ അതിനനുസരിച്ച് ഓർഡറിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഐറ്റം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റേറ്റ് കാർഡ്. ശരി, ഇപ്പോൾ ഈ ഐറ്റം എഡിറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ഐറ്റം ലിസ്റ്റ് സ്ക്രീനിൽ പോയി അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ് സെക്ഷനിൽ പോയിട്ട് അവിടെയുള്ള അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തും ഇത് എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ റേറ്റ് കാർഡ് സ്റ്റേഷൻ തുറന്നിരിക്കുന്നു. അതായത് ഇതിൽ എനിക്കിപ്പോൾ ഈ ഓർഡർ ഉണ്ട് അല്ലേ, ഞാൻ ഇതിനെ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് എനിക്ക് ഏത് ഓർഡറിലാണോ വേണമെന്ന് ആ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ സേവ് ചെയ്തു. അതായത് ഞാൻ ബില്ല് ചെയ്യാനുള്ള സ്ക്രീനിൽ എനിക്ക് ഓട്ടോമാറ്റിക്കായി ആ ഓർഡറിൽ മാറിയിരിക്കുന്നു. നോക്കൂ, ഇത് ഏത് ഐറ്റത്തിനും വേണമെങ്കിലും അത് വർക്ക് ചെയ്യും. ഇപ്പോൾ ഈ കളർ ഷർട്ട് ഉണ്ട്. ഈ കളർ ഷർട്ടിൽ കൂടുതലായി നമ്മുടെ കടയിൽ ബ്ലൂ കളർ മീഡിയം ആണ് പോകുന്നത്, കളർ ലാർജ് വളരെ കുറവാണ് പോകുന്നതെങ്കിൽ ആ ഓർഡറിൽ ഞാൻ അറേഞ്ച് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഞാൻ ഈ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഞാൻ ഏത് ഓർഡറിൽ കൊടുത്തിരിക്കണം അതേ ഓർഡറിൽ എനിക്കത് വന്ന് ഈ റേറ്റ് കാർഡ് അപ്പിയർ ചെയ്യും. ഇത് കാണുമ്പോൾ ഈ ഐറ്റങ്ങൾ അറേഞ്ച് ചെയ്യുന്നതും, അതായത് ഇൻവെന്ററി മാനേജ്മെന്റിൽ പോയിട്ട് ഐറ്റം അറേഞ്ച് ചെയ്യുന്നതുമാണ്. അവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ ഐറ്റങ്ങൾക്കുമുള്ള റേറ്റ് കാർഡ് അറേഞ്ച് ചെയ്യുന്നതും നിങ്ങളൊരു ഡിവൈസിൽ ചെയ്തിട്ട് സിങ്ക് കൊടുത്താൽ മറ്റൊരു ഡിവൈസിൽ അത് തനിയെ തന്നെ അവിടെയും കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഇൻവെന്ററി മാനേജ്മെന്റിലുള്ള കാറ്റഗറി അഡ്ജസ്റ്റ്മെന്റ് മാത്രം നിങ്ങൾ 11 ഡിവൈസുകളിലും ഓരോന്നിലും പ്രത്യേകമായി തന്നെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടാണ് വരുന്നത്. കാരണം നിങ്ങൾ മൾട്ടിപ്പിൾ ആളുകൾക്ക് നിങ്ങൾ വേറെ വേറെ കാറ്റഗറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെറ്റിംഗ്സ് ഇവിടെ ആക്കി കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒരേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിനാലാണ് ഈ ഓപ്ഷൻ ക്ലൗഡിൽ ഇനിയും കൊണ്ടുപോയിട്ടില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ ബിസിനസ്സിന് ക്ലൗഡിൽ പോകണമെന്ന് ആഗ്രഹിച്ചാൽ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യൂ.
നാം അതിന്റെ റെസ്പോൺസ് നോക്കി അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഈ വീഡിയോയിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ എന്ത് മാറ്റങ്ങൾ ചെയ്താലും ഈ ഐറ്റം ലിസ്റ്റ് സ്ക്രീനിൽ, അതായത് ഈ സ്റ്റോക്ക് ലിസ്റ്റ് സ്ക്രീനിൽ ഈ സോർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അറേഞ്ച് ഐറ്റംസ് എന്നത് മറക്കാതെ കൊടുക്കണം. ഇത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യൂ. ഇത് കൊടുക്കാതെ പോയാൽ നിങ്ങൾ അവിടെ ഏത് ഓർഡറിൽ വെച്ചിട്ടുണ്ടെങ്കിലും അത് ഇവിടെ റിഫ്ലക്റ്റ് ആകില്ല.